ഗുഡ് മോർണിംഗ് ഡിയർ. ഗുഡ് മോർണിംഗ്. മീനു, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? വെള്ളം. ഇവിടെ ഇരിക്കേ. ഇൻസോമിയ? രാത്രി നീ ശരിക്കും ഉറങ്ങാറില്ലേ? നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. ഇത്രയും ഭംഗിയുള്ള മുഖത്തില് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നാ എങ്ങനെയാ? നിങ്ങൾക്ക് ഇത് ഇഷ്ടാണോ? ഇതിന് എന്റെ കയ്യിലൊരു സൂത്രമുണ്ട്. മെരോളി ഓയിൽ. താങ്ക് യു ഡിയർ. നീ 2 കപ്പ് ചായ എടുത്തിട്ട് വാ. ഇതിനെ മാജിക് ഓയിൽ എന്നും പറയാം. ഒരുപാടൊന്നും ഇല്ലെന്നേ. 3 പ്രാവശ്യം വാസനിച്ചാ മതി. പിന്നെ 1 ഡ്രോപ്പ് എടുത്ത് മസാജ് ചെയ്യണം. ഇതൊന്ന് ചെയ്തു നോക്ക്, എല്ലാം ശരിയാകും. ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകോ? തീർച്ചയായും സംഭവിക്കും. ഇപ്പൊ കണ്ടോ, ഞാൻ ഡെമോ കാണിച്ചു തരാം. നീ ഇരുന്നു കൊണ്ടേ ഉറങ്ങിയില്ലെന്ന് വെച്ചാൽ എന്റെ പേര് ഡോളി ബാഗഡി എന്നുള്ളത് മാറ്റിക്കോ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മനസമാധാനത്തോടെ ഇരിക്കെ. എന്തിനാ സ്ട്രെസ് എടുക്കുന്നത്? അങ്ങനെ സമാധാനത്തോടെ ഇരിക്കെ. റിലാക്സ് ആവുന്നേ. എന്ത് പറ്റി? ഞാൻ കഴിക്കില്ല. എന്താ ഭക്ഷണം കഴിക്കാത്ത? എനിക്ക് പറ്റില്ല. പറഞ്ഞാ പറ്റില്ല. ഭക്ഷണം കഴിക്കൂ. എനിക്ക് കഴിക്കാൻ സൗകര്യമില്ല. കഴിക്കമ്മേ. നിങ്ങൾ ഇന്നലെ രാത്രിയല്ലേ മീൻ കഴിച്ചേ? അതും ഇത്രയും ചെറിയ മീന്. മുത്തശ്ശി, ഞാൻ നിങ്ങളുടെ വയസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞേ. രാവിലെ മുതൽ 3-ാമത്തെ വർഷം പോയിട്ട് വരുന്നത്. ഏയ്, എന്താ പ്രശ്നം? നിനക്ക് എന്താ വേണ്ടേ? ദിവസവും ഞാൻ ബാത്റൂമിൽ പോകുന്നത് നോക്കുന്നതാ ഇവളുടെ ജോലി. എന്താന്ന് വെച്ചാൽ അത് ഞാനല്ലേ ക്ലീൻ ചെയ്യണ്ടേ? മിണ്ടാതിരിക്കെ. നിങ്ങൾ മൊത്തം ബാത്റൂം നാട്ടിച്ചിട്ട് വരും. ദേ, അനാവശ്യം പറയരുത്. ഇതുപോലെ നുണ പറഞ്ഞാലുണ്ടല്ലോ, നീയും ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഒഴിക്കാതെ വന്ന് വൃത്തികേടാക്കി വെക്കുക. ഞാൻ വല്ലതും ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? അമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാലോ അല്ലേ? എന്റെ അടുത്തൊന്നും പറയാതെ. ദിവസം ഇത് കേട്ട് കേട്ട് എനിക്ക് മതിയായി. എന്തു പറ്റി ചേച്ചി? വീണ്ടും ബഹളം ഉണ്ടാക്കി? എല്ലാ ദിവസവും ഇതേ പ്രശ്നം തന്നെയാ. അകത്തേക്ക് വാ. നമസ്കാരം ആന്റി, ഞാനാണ് ഡോളി. നിങ്ങൾ എന്താ വേണ്ടാന്ന് പറയുന്നേ? കാണിച്ചേ. ഇതാ ഇവിടെ ഉണ്ട്. സത്യം പറ, ഇത് എങ്ങനെ കഴിക്കുന്നത്? നിങ്ങള് കുറച്ച് ലെമൺ കൊണ്ടുവന്നേ. എടുത്തോണ്ട് വാന്നേ. ഇതാ കൊണ്ടുവരാം. കുറച്ച് ചാറ്റ് മസാല കൊണ്ടുവന്നതാ രേണു ചേച്ചി. ഇതെടുത്തോളൂ. ഉപ്പ്. ഇപ്പൊ കഴിച്ചു നോക്ക്. ഇതൊന്ന് കഴിച്ചു നോക്ക് ആന്റി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. മുൻപത്തെക്കാളും ഭേദമുണ്ട്. നീയും പഠിക്കേ. ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരാണ് ഡോളി. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച്. നമസ്കാരം രേണു മാഡം. ഇവരുടെ പ്രോഡക്റ്റ് വളരെ നല്ലതാ. ആ ഡോളി, രേണു ചേച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടോന്ന് നോക്ക്. രേണു മാഡം, എല്ലാറ്റിനും മുമ്പ് ആന്റിയുടെ ഈ ബൗൾ പ്രശ്നമാണ് തീർക്കേണ്ടത്. ദിവസവും 2 സ്പൂൺ ചെറു ചൂടുവെള്ളത്തില് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തോ. അത്ര മതി. ഇതിനോടകം നിങ്ങൾ എന്തുമാത്രം മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 100% നാച്ചുറലാ. നോ കെമിക്കൽ, നോ സൈഡ് എഫക്ട്. വളരെ നല്ലതായിരിക്കും.
ഇതാന്നേ. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. രാത്രി ശരിക്കും ഉറക്കം കിട്ടാറില്ലേ? ഉറക്കമില്ലല്ലേ? നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അത് അറിയാനുണ്ട്. എന്റെ അടുത്തൊരു മാജിക് ഓയിലുണ്ട്. ഇപ്പൊ നിക്ക്. നിരോളി ഓയിൽ വളരെ നല്ലതാ. ഒരു തവണ അത് യൂസ് ചെയ്ത് നോക്ക്. ഇതാ ഇത് തന്നെ. ഹലോ, പറഞ്ഞോ. നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. നിങ്ങൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് സുഖമാണോ? ഇപ്പൊ കുറച്ചു നാളായിട്ട് എനിക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഡോളി തന്ന പ്രോഡക്റ്റ് ഇല്ലേ, അത് വളരെ നല്ലതാണ്. അങ്ങനെയാണെ ഓക്കെ. എനിവേ, നിന്നെ ഞാൻ പിന്നീട് വിളിക്കാം. ഫോണേ എടുക്കുന്നില്ല. നിങ്ങൾ വിഷമിക്കണ്ട, അവൻ തീർച്ചയായിട്ടും ഫോൺ എടുക്കും. എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? പറയുന്നത് കേൾക്ക്. ഒന്നും മനസ്സിലാവില്ല. നിന്റെ ചേട്ടൻ എന്റെ അടുത്തേ ചൂടാവുള്ളൂ. എല്ലാം എന്റെ തെറ്റാണെന്ന് പറയും. ശരി, ഒരു കാര്യം ചെയ്യ്, അവനൊരു മെസ്സേജ് അയക്ക്. മെസ്സേജ് കണ്ട അവൻ എന്തായാലും കോൾ ചെയ്യും. മെസ്സേജ് കണ്ടിട്ട് അവൻ വിളിക്കുമെന്നാ നീ വിചാരിക്കുന്നേ? ആ സ്പൂൺ എടുക്ക്. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ടീ ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. ഇത് വളരെ നന്നായിട്ടുണ്ട് ഡോളി. പിന്നെ രേണു ചേച്ചി, നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണെന്ന് ഒന്ന് പറഞ്ഞേ. ചേച്ചി നിങ്ങളും പറയേ. ഡോളി, ഞങ്ങളുടെ ബർത്ത്ഡേ അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ചുമ്മാ പറയുന്നേ. ഡേറ്റ് മാത്രം പറഞ്ഞാ മതി. നിങ്ങളുടെ ജനന തീയതിയും പിന്നെ മാസവും. വർഷമൊന്നും പറഞ്ഞു തരണ്ട. കമ്പനിയിലെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനാ. മാത്രമല്ല, എന്റെ സ്പെഷ്യൽ ക്ലയൻസിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ എന്റെ ഡയറിയിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്റേത് 10, അതായത് സെപ്റ്റംബർ 10. പിന്നെ ശ്രീയുടേത് 25 ഡിസംബർ. അത് കൊള്ളാലോ. ഉണ്ണിയേശു ജനിച്ച ദിവസത്തിലാണോ നിങ്ങളും ജനിച്ചത്? എല്ലാ വർഷവും അന്നത്തെ ദിവസം കറക്റ്റായിട്ട് എന്റെ രേണു ചേച്ചി അതിരാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് വേണ്ടി സ്വീറ്റ്സ് ഉണ്ടാക്കി തരാറുണ്ട്. അതൊരിക്കലും മിസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ, കോളൊന്ന് സംസാരിക്കേ. എന്ത് പറ്റി? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക, നീ എന്താ എടുക്കാത്തെ? നീ ഇന്നലെ രാത്രി പോലും വീട്ടിൽ വന്നിട്ടില്ല. ഇന്നെങ്കിലും വരൂ ഇല്ലയോ? ഞാൻ ഇന്നും വീട്ടിലേക്ക് വരുന്നില്ല. എന്ത്? ഇന്നും വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ലാന്ന്. നോക്ക്, നീ നിന്റെ ലിമിറ്റ് ഒരുപാട് ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ. വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാ എന്നോട് അത് ചോദിക്കുന്നേ? രേണു ചേച്ചി, നിങ്ങൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അസുഖം വരിക. അവൻ വീട്ടിലേക്ക് വരും, വിഷമിക്കണ്ട. എന്റെ ബബ്ലു ഉണ്ടല്ലോ, അവനും ഇതുപോലെ തന്നെയാ ഉള്ളത്. ബബ്ലു എന്റെ മോനാ, വല്ലാത്ത പ്രശ്നക്കാരനാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലിയായി സെറ്റിലായിരിക്കുക. ടെൻഷൻ ആവണ്ട രേണു ചേച്ചി. ശരിക്കുള്ള സമയമായിട്ടുണ്ടെങ്കിൽ എല്ലാം നേരെയാവുന്നേ. ഡോളി, നിങ്ങളുടെ ഹസ്ബൻഡ്, പിന്നെ മകൻ, പിന്നെ മരുമകൻ, ഇവരൊക്കെ എവിടെയാണുള്ളത്? എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് കൽക്കട്ടയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാ ജോലി നോക്കുന്നത്. വലിയ പോസ്റ്റിലാ ഉള്ളത്. ബബ്ലു അവന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ബോംബെയിലാ. അവനും ഒരു നല്ല ജോലിയിലാ ഉള്ളത്. മാസാമാസം മറക്കാതെ പണം അയക്കും. മരുമകളും എനിക്ക് നല്ല നല്ല തുണികളൊക്കെ അയക്കും. ഇത് നന്നായിട്ടുണ്ടോ? വാവ്,
ഇത് ശരിക്കും വളരെ നല്ല കാര്യാ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എന്നാ ഇത്രയും കഷ്ടപ്പെടുന്നേ? ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? ഞാൻ എന്റെ മനസുഖത്തിന് വേണ്ടിയിട്ടാ ഈ ജോലി ചെയ്യുന്നത്. ഞാൻ സന്തോഷായിട്ടിരിക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് എങ്ങനെ? എനിക്കൊരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാ നിങ്ങളുടെ കൈയും കാലും വേദനിക്കില്ലേ? ഛേ, ഒരുപാട് നടന്ന് ജോലി ചെയ്താലേ ശരീരത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടൂ. അങ്ങനെ ശരീരവും നന്നായിരിക്കും, അതുമൂലം മനസ്സും സന്തോഷായിരിക്കും. നിങ്ങൾ പറഞ്ഞ 100% സത്യമാണ്. എന്നാ ഞാൻ പോട്ടെ, എനിക്കിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് പോണം. മാത്രമല്ല ഈ പ്രോഡക്ട്സ് കൊടുക്കാൻ വേറെയും പോണം. കമ്പനിയിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് എനിക്ക്. ഈ മുഴുവൻ ഏരിയയ്ക്കും ഞാനാണ് നമ്പർ 1 സെയിൽസ് ഗേള്. ഇതെവിടെ പോയി? ഡോളി ബഗഡി. ബൈ. സൂക്ഷിച്ചു പോയിട്ട് വാ. ടാറ്റാ. എന്നാ പിന്നെ കാണാം.